ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മവിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് താലിയുടെ പ്രത്യേകതയെക്കുറിച്ചായിരുന്നു. അതായത് കേവലം 2 പണവട സ്വർണമല്ല താലി എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. താലിയുടെ ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനുമാണ്. താലിയുടെ ആ പുറകുവശമുണ്ടല്ലോ, പ്ലെയിനായി കിടക്കുന്ന സ്ഥലം, അത് സാക്ഷാൽ മായാതത്വവുമാണ്. ഈ താലിയാണ് കേവലം സത്വ രജ സ്തമോ ഗുണങ്ങളുടെ പ്രതീകങ്ങളായ 3 9 ഇഴ താലിച്ചരടിൽ, അത് വെള്ളനൂലിൽ കോർത്ത്, വെള്ളനൂല് മഞ്ഞളിൽ മുക്കി ആ നൂലിലാണ് താലി കോർക്കുന്നത്. അത് സ്ത്രീയുടെ പ്രാണശക്തി കുടികൊള്ളുന്ന കണ്ഠദേശത്തിൽ പുരുഷൻ പവിത്രക്കെട്ടായിട്ടാണ് ബന്ധിക്കുന്നത്. ആ പവിത്രക്കെട്ട്, അതിന് നമുക്കറിയാം കഴുത്തിന് പിൻവശത്താണ് പവിത്രക്കെട്ട് വരേണ്ടത്. അങ്ങനെ താലി ബന്ധിച്ചാൽ തമാശയ്ക്ക് പോലും ധർമ്മപത്നി താലി ഊരി മാറ്റാൻ പാടില്ല എന്നാണ്. താലി ഊരേണ്ട സമയം നമുക്കറിയാം, ഒന്നെങ്കിൽ ഭർത്താവ് മരിക്കുകയോ അല്ലെങ്കിൽ ആ തലത്തിൽ വൈധവ്യം സംഭവിക്കുകയോ ചെയ്യുമ്പോഴാണ് താലി ഒരു സ്ത്രീ ഊരി മാറ്റുന്നത്. അതുവരെ ദയവായി താലിയെ അത്യന്തം ശ്രേഷ്ഠമായി, അതുപോലെ പവിത്രമായി കാണേണ്ടതാണ്. ആ താലി കഴുത്തിൽ ബന്ധിക്കുന്ന പുരുഷൻ, അതിനൊരു പ്രത്യേകതയുണ്ട്. ആജീവനാന്തം ആ സ്ത്രീയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ് ആ പുരുഷൻ. അതുകൊണ്ട് തന്നെ ആ ധർമ്മപത്നി താലിയെ അത്ര പവിത്രമായി, തൻ്റെ ഭർത്താവ് ബന്ധിച്ച താലിയെ അത്ര പവിത്രമായിട്ടാണ് കാണേണ്ടത്. അവിടെ താലി ബന്ധിക്കുമ്പോൾ ഉള്ള മന്ത്രത്തിൽ പറയുന്നത് ശരിക്കും ഭർത്താവ് എന്ന് പറയുന്നത് സാക്ഷാൽ വിഷ്ണുവാണ്. ഭർത്താവ് വിഷ്ണുവാണെന്നുള്ള സങ്കല്പത്തിലാണ്. അപ്പോൾ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ എപ്പോഴും ഈശ്വര സ്വരൂപമായിട്ടാണ് കാണേണ്ടത്. അങ്ങനെ കാണുന്ന ജീവിതത്തിൽ, ആ കുടുംബജീവിതത്തിൽ എത്രമാത്രം സന്തോഷവും എത്രമാത്രം സംതൃപ്തിയും എത്രമാത്രം ആ സഹവർത്തിത്വവും നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സ്ത്രീയെ, ഈ പുരുഷൻ ഭർത്താവാണെങ്കിൽ, സ്ത്രീ ഭർത്താവായിട്ടാണ് കരുതുന്നതെങ്കിൽ ഭർത്താവ് ഭാര്യയെ എങ്ങനെ കാണണം? അവിടെ വിഷ്ണു സങ്കല്പമാണ് ഭർത്താവെങ്കിൽ ഭാര്യ ആരായിരിക്കും? സാക്ഷാൽ ലക്ഷ്മി തത്വമായിരിക്കും. വിഷ്ണുവിൽ ലക്ഷ്മിയുമായി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തെ, ഈ വിവാഹ ബന്ധവും അതിനോടനുബന്ധമായ ഗൃഹസ്ഥാശ്രമധർമ്മവും അഥവാ കുടുംബ ജീവിതവും എല്ലാം അതിനെ അത്രത്തോളം പവിത്രമായി കാണേണ്ടതാണ് എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തി ഈ ആശയം എല്ലാവരിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.